ഹലോ, അസ്സലാമലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല ഒരു ഫുൾ ചിക്കൻ റോസ്റ്റ് ആണ്. അതെന്ന് വെച്ചാൽ ട്രഡീഷണൽ രീതിയിലുള്ള പണ്ടത്തെ നാടൻ രീതിയിലുള്ള ഒരു പുതിയാപ്ല സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ. അടിപൊളിയാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. നല്ല ടേസ്റ്റ് ആണെങ്കിലോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. എന്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ റൊട്ടീൻ്റെ കൂടെ എല്ലാം ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്കൊരു ഫുൾ ചിക്കൻ വേണം കേട്ടോ. ഫുൾ ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ 1 കിലോൻ്റെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് കീറലിട്ട് കൊടുത്തിരുന്നു. നല്ല ആഴത്തിൽ ഒന്ന് 2, 3 പ്രാവശ്യം ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ കീറലിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നല്ല ക്ലീൻ ചെയ്ത ചിക്കനാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി അതിൻ്റെ മസാലയാണ് കാണിക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിന് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല വേണം, അത് ഒരു 1/2 ടീസ്പൂൺ തന്നെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കളർ റെഡ് കേട്ടോ, അത് ചെറുതായിട്ട് ഇട്ടാലാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക. പിന്നെ അതാ കസൂരി മെത്തിയാണ് വേണ്ടി 1 ടേബിൾ സ്പൂൺ കേട്ടോ. നമ്മൾ ഉലുവൻ്റെ ഇല ഉണക്കിയതാണ് ഇത്. പിന്നെ അതാ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്താണ്. പിന്നെ കുറച്ച് വിനെഗർ, പുളിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം വേണം കേട്ടോ. വെച്ചാൽ വേവണ സമയത്ത് ഇതൊരു വെള്ളത്തോട് കൂടിയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അടി കട്ടിയുള്ള നല്ലൊരു കുക്കർ എടുക്കുക. കുക്കർ എടുത്തിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ ഇല്ല, ആ ചിക്കൻ മുഴുവനത്തോടൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ചെമ്പിലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലാവുമ്പോൾ നമുക്ക് വേഗം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ചെമ്പിലായാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതാ ഈ ഒരു തേച്ച് വെച്ച നമ്മൾ ഉണ്ടാക്കി വെച്ച മാരിനേഷനില്ല, അതിങ്ങനെ ആ ഒരു വെള്ളത്തോട് കൂടി ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഇതിങ്ങനെ കുറച്ച് വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ ചിക്കനിൽ പിടിക്കാൻ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് ചിക്കനിലും പിടിച്ച് കിട്ടും. നമ്മളിത് വെക്കൊന്നും വേണ്ട, തേച്ചപ്പം തന്നെ നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ അതാ ഒരു ഭാഗം തേച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ടിട്ടും നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അത് നല്ല വെള്ളം പോലത്തെ ഒരു മസാലയാണിത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിക്കുക ഇതാകുക എല്ലാം ചെയ്യും. ഇപ്പോൾ അതാ എല്ലാ ഭാഗത്തും തേച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചാൽ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് അധികം അതാ ബാക്കിയുള്ള ഫുൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തുമായിട്ട് ബാക്കിയുള്ളത് ഇതിൻ്റെ മേലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാ മസാലയും ആ വെള്ളത്തോട് കൂടി ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടി ഇത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ ഒരു തീ കൂട്ടി വെച്ചാൽ ഫസ്റ്റ് വിസിൽ വന്നാൽ തീ കുറച്ച് വെക്കുക. എന്നിട്ട് രണ്ടാമത്തെ വിസിലും വന്നാൽ തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ അത് 2 വിസിൽ വന്നതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അതാ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ചിക്കൻ വേവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അത്യാവശ്യത്തിന് നല്ല ഗ്രേവിയും ഉണ്ട് കേട്ടോ. ഇനി ചിക്കനും ഗ്രേവിയും രണ്ടായിട്ട് മാറ്റി വെക്കണേ. ഇനിയിപ്പോൾ അതാ വേറൊരു വലിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എന്തായാലും മതി കേട്ടോ, വെളിച്ചെണ്ണ ആയാലും നല്ല എണ്ണയാണ്. ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഒരു 2 വലിയ സൈസുള്ള ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചോപ്പ് ചെയ്യണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നീളത്തിൽ അരിയണ്ട, ഇതുപോലെ ചോപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു കളർ മാറിയാലാണ് ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ തക്കാളി അരച്ചതാണ് ചേർക്കേണ്ടത് കേട്ടോ. 2 3 തക്കാളി നല്ല ചുവപ്പ് കളറുള്ളത് അരക്കുക, വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഈസി, ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളി അരച്ച് ചേർക്കുന്ന സമയത്ത് അതിലെ വെള്ളം വറ്റുന്ന വരെ, ഈ ഒരു പാകത്തിലാകുന്ന വരെ ഞങ്ങൾ വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം വറ്റിക്കാനില്ല. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ചിക്കൻ്റെ ഗ്രേവിയിൽ അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓൾറെഡി എല്ലാ മസാലപ്പൊടികളും നമ്മൾ ചേർത്തതുകൊണ്ട് ഇനി ഉള്ളിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കേണ്ടില്ല കേട്ടോ. ഇത് മാത്രം മതി. ഇനിയിപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം തിളയ്ക്കുന്നതിനനുസരിച്ച് ഇതങ്ങനെ കുറുകി വരും. ഇതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് ചെറിയ സിമ്മിലാക്കി വെക്കുക കേട്ടോ. സിമ്മിലേ വെക്കാവുക, തീ കൂട്ടി വെക്കരുത്. ഇപ്പോൾ അതൊരു 5 മിനിറ്റിന് ശേഷമാണിത് എണ്ണയ്ക്ക് മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം കേട്ടോ, ഒരുപാടങ്ങ് വറ്റി ഇതായി പോകരുത്, ഇങ്ങനെ ആയാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പൊക്കെ കുറച്ചധികം ചേർത്തിട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതാ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൽ ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആ ഒരു ഗ്രേവിയിലുള്ള ഉപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കി നോക്കുക റെഡി അല്ലേ എന്നുള്ളത്. ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ ഞാനിത് ആ ഒരു ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ അതിൻ്റെ ഗ്രേവി മാത്രം ഒഴിച്ച് കൊടുത്ത് പിന്നെ അത് ഒന്ന് വറ്റിച്ചതിന് ശേഷം ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിൽ ഈ ഒരു മസാല ഒന്ന് നന്നായിട്ടൊന്ന് മേലോട്ടൊക്കെ നാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചിടാൻ പറ്റുകയാണെങ്കിൽ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്താലും മതി. ഞാൻ തിരിച്ചിടുന്നില്ല, ഇങ്ങനെ തന്നെ ഗ്രേവി ഇതിൻ്റെ മേലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ഇങ്ങനെ ഒരു ഭാഗത്ത് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ റോസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല കട്ടിയുള്ള നല്ല ഗ്രേവിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിടേണ്ടിയൊന്നുമില്ല. ആ ഗ്രേവി കുറച്ച് എല്ലാ ഭാഗത്തേക്കും ചിക്കനിലേക്ക് ഇങ്ങനെ പരട്ടി കൊടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ചെറിയ തീയിൽ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നതാണ്. ഇപ്പോൾ കണ്ട നമ്മളെ മാഷാ അല്ലാഹ് അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. വായിലിപ്പം തന്നെ വെള്ളം വരുന്നുണ്ട്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ക്രീം ഒഴിച്ചിട്ടും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് ക്യാപ്സിക്കം ഇട്ടിട്ട് അങ്ങനത്തെയൊക്കെ പറദീസ ചിക്കൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചിക്കൻ റോസ്റ്റ് അല്ലേ കണ്ടിട്ടുണ്ടാവുക. ഇത് അറിയുന്നവരുണ്ടാവും ട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ്. ഒരു മലബാറിലെ സ്പെഷ്യൽ പഴയ ഒരു തനി നാടൻ റെസിപ്പിയാണ് മുഴുവൻ തോട്ടക്കലുള്ള ഈ ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കുക. അടിപൊളിയാണ്. നമ്മളെ നാട്ടിലേക്ക് ഇത് പിയാപ്പിളക്ക് കൊടുക്കുന്ന സ്പെഷ്യലാണ് കേട്ടോ. പണ്ടത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളെ അപ്പക്കാരത്തികളൊക്കെ വന്ന് ഉണ്ടാക്കി തരുന്ന ചിക്കൻ റോസ്റ്റാണിത്. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലങ്ങനെ ഒരു എക്സ്ട്രാ ചേരുവകളൊന്നും തന്നെ ഇല്ല. അടിപൊളി ടേസ്റ്റിയാണ്. പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ വിളമ്പാൻ പറ്റുന്ന ഈ റമദാനിനൊക്കെ ഉണ്ടാക്കി നോക്കിക്കോ. വേറെ എക്സ്ട്രാ ഒരു കറിയോ അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് വേറെ ഒന്നും വേണ്ട. രണ്ടും കൂടെ കൂടിയതാണിത്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറന്നു പോകണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.